ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമുക്ക് അധികമൊന്നും എണ്ണയൊന്നും ഉപയോഗിക്കാതെ അതുപോലെ തന്നെ ഓവനോ ഒന്നും ആവശ്യം പോലും ഇല്ലാത്ത അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. സ്റ്റൗ ടോപ്പിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചിക്കൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട സ്നാക്കാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് പൊക്കമുള്ള പാത്രത്തിൽ 1.5 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാരയും അതുപോലെ തന്നെ 1/4 കപ്പ് നേരിയ ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ 5 മിനിറ്റിനുള്ളിൽ ആ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് 5 മിനിറ്റോ അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ അത് ശരിയായി കിട്ടും. എന്നിട്ട് അതിലേക്ക് ഒരു 3 കപ്പ് 750 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നേരിയ ചൂടുള്ള വെള്ളം തന്നെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ കൈ ഒന്ന് കഴുകിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അധികം വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. കയ്യിൽ ഒട്ടുന്ന പരുവാണെങ്കിൽ കുറച്ച് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് എന്തായാലും ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. എന്നാലാണ് നമ്മുടെ സ്നാക്കും നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് മുകളിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുള്ളിൽ ഫില്ലിങ്ങിനായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ 1.5 സവാള ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കനാണ്, അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയോ അല്ലെങ്കിൽ അറബിക് മസാലയോ ചിക്കൻ മസാലയും ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റിനൊക്കെ വേണമെങ്കിൽ മയോണൈസോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ മാവ് പൊന്തി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 1 മണിക്കൂർ തന്നെ ധാരാളമാണ്. പക്ഷേ കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതനുസരിച്ച് സമയം എടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഒരു ഡോ നമുക്ക് 2 ഡോ ആക്കിയിട്ട് മാറ്റേണ്ടതുണ്ട്. എന്നിട്ട് വേണം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമായിട്ട് തന്നെ പരത്തിയെടുക്കാം, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് 2 എണ്ണം ആക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് വിതറിയതിന് ശേഷം ആ മാവ് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് എത്രത്തോളം തിന്നാക്കി പരത്താൻ പറ്റുമോ അത്രയും തിന്നാക്കി തന്നെ പരത്തിയെടുക്കാം. അപ്പം ഞാനിതിൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എയർ ഫ്രയറിലും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് മാവ് ഇങ്ങനത്തെ ഒരു പരുവാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒന്ന് സ്ക്വയർ ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. സൈഡൊക്കെ ഒന്ന് എഡ്ജൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് പരത്തിയതിന് ശേഷം ആ ഒരു റോള് ഞാൻ 4 ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ പപ്സ് പേസ്ട്രി ഒക്കെ ഇരിക്കില്ല അതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്താത്ത ഭാഗത്ത് ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. മൈദ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ വലിഞ്ഞ് കിട്ടും. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ റോള് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണം ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം എയർ ഫ്രയറിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. രണ്ടും ഒരു വ്യത്യാസവും ഇല്ല, ടേസ്റ്റിലാണെങ്കിലും കാണാനാണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ്. എന്നിട്ട് ഈ ഭാഗം ഒന്ന് കൈകൊണ്ട് ഒന്ന്
പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അത് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെക്കുന്നത് ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം കുറച്ചൊന്ന് ഓയിൽ തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം എല്ലാത്തിൻ്റെയും മുകളിൽ എഗ് വാഷ് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാലാണ് നല്ല ക്രിസ്പി ആൻഡ് ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ പാൻ ഞാൻ 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ സ്നാക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അലുമിനിയം പാത്രമാണെങ്കിൽ നന്നായിട്ട് ഹീറ്റ് അടിച്ച് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൗ ടോപ്പിൽ വെച്ചത് നമുക്ക് ശരിയായി കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങിൽ വേണമെങ്കിൽ ചീസ് വെച്ച് കൊടുക്കാവുന്നതാണെങ്കിൽ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ 20 മിനിറ്റ് 160 ഡിഗ്രിയിൽ എയർ ഫ്രയറിലും ശരിയാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിലാണെങ്കിൽ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണെങ്കിൽ അതും റെഡിയാവുന്നതാണ്. അപ്പോൾ സ്റ്റൗ ടോപ്പിലിരിക്കുന്നത് ഒരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അധികം കളറായിട്ടില്ല. ഒരു 5 മിനിറ്റും കൂടി, അതായത് 20 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിലുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എയർ ഫ്രയറിലാണെങ്കിലും ഓവനിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിലാണെങ്കിലും എല്ലാം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണില്ലേ, രണ്ടും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റുമാണ്. ഉള്ളാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടും കിട്ടിയിട്ടുണ്ട്. അത് ഓവനിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്തതാണെങ്കിലും രണ്ടും വ്യത്യാസങ്ങളൊന്നും തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനേ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു റമളാൻ സ്നാക്ക് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.